ഞാൻ ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എനിക്കറിയാം ഓക്കെ. അതിന്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അറിയാം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. ഓ, ഓക്കെ, നൈസ്. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ ഹാവ് ടു ഈ ക്യാമിയോസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോസ് നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടി ഐ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദീസ് പീപ്പിൾ. സോ അത് എന്ത് ഈസി ആവുകയാണ്, ദുൽഖറിനെ പോലുള്ള സ്റ്റാർ അത് കൺവിൻസ് ആയതുകൊണ്ട് പ്രോജക്ട് ഇസ് ഡൺ. ബാക്ക്വേർഡ്സ് വന്നു. ബാക്ക്വേർഡ്സ് വന്നു. സോ ബാക്ക്വേർഡ്സ് വരുമ്പോൾ സോ അതാണ് ലോക്കയുടെ ധൈര്യവും റീസണും ആൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൻ സെൻട്രിക് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അതങ്ങനെ തന്നെയായിരുന്നു സിനിമ. അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എന്നും നല്ല സിനിമകൾ, വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്.